സ്മൃതി എല്ലാ കാലത്തും ഈ സമദൂരം എന്നൊരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുമായിരുന്നു. പക്ഷേ എന്നാൽ കൃത്യമായും തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് NSSന്റെ മനസ്സിലിരിപ്പ് എന്നത് നേരിട്ട് പിന്തുണ പറയാതെ തന്നെ വ്യക്തമാക്കുന്ന രീതി NSSനുണ്ടായിരുന്നു. ഓർമ്മിക്കുന്നില്ലേ, 2021 ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യുന്ന ദിവസം അതിരാവിലെ ശാപവചനം പോലെ നമ്മളെല്ലാ ചാനലുകളും അത് വലിയ ബിഗ് ബ്രേക്ക് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് പിന്നീട് ഫലിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷം വെട്ടിലായോ? ഇപ്പോൾ പ്രതിപക്ഷം വെട്ടിലായോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രതിപക്ഷം വെട്ടിലായിരിക്കുന്നു, അതേസമയം സർക്കാർ നല്ല അതിബുദ്ധി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM അതിബുദ്ധി കാണിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ സമുദായ നേതാക്കളെ ചാക്കിലാക്കാൻ CPMന് ഇപ്പോൾ കുറച്ചുകൂടി അതിന് പറ്റിയ നേതാക്കളുണ്ട്. ആ രൂപത്തിൽ നേരത്തെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തോടെ, അതായത് നേരത്തെ കോൺഗ്രസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോൾ CPM വളരെ ഫലവത്തായി തെരഞ്ഞെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സജി ചെറിയാൻ സഭകളുമായിട്ടുള്ള ബന്ധം, ആ നിലയ്ക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വശത്ത് കിട്ടുന്നു. ഇപ്പുറത്ത് VN വാസവൻ ഈ പറയുന്ന സമുദായ നേതാക്കളുമായിട്ടൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. VN വാസവൻ സുകുമാരൻ നായരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് സുകുമാരൻ നായർ അഭിമുഖത്തിൽ തന്നെ വാചകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിലപ്പുറം ഇതിൽ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പ് എന്ന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, ആചാരവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകില്ല എന്ന ഉറപ്പാണ്. ആ ഉറപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? 2018 ഇടതുപക്ഷം എടുത്തിരുന്ന, പിണറായി സർക്കാർ എടുത്തിരുന്ന നിലപാടിൽ നിന്നും പിന്നാക്കം പോകുന്നു എന്നുള്ള ഉറപ്പാണ്. സ്ത്രീ പ്രവേശം നടപ്പിലാക്കില്ല എന്ന ഉറപ്പാണ്. അപ്പോൾ അത് ഇതുവരെയും ചെയ്തില്ലല്ലോ, ഇനി ചെയ്യില്ലായിരിക്കുമെന്ന് ആദ്യ വരിയിൽ പറയുന്നു. അതിനുശേഷമാണ് ഉറപ്പുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വാചകങ്ങൾ ചേർത്ത് വായിക്കണം. അതിനുശേഷം VN വാസവൻ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബിന്ദു അമ്മണിയെ പോലുള്ളവർ താല്പര്യപ്പെടുന്നുവെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാനുള്ള സ്ഥലമല്ല ഇതെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായം എന്നത് മാത്രമല്ല, സ്ത്രീ പ്രവേശം ഒരു തെറ്റായ നിലപാടായിരുന്നു എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷം എത്തുകയാണ്. നഷ്ടപ്പെട്ട വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഹിന്ദു വോട്ടുകൾ ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം സഭയുമായി നല്ല ബന്ധം, സഭയുമായി ബന്ധപ്പെട്ട സഭയൊക്കെ ഈ മലയോര കർഷകരുടെയൊക്കെ നിരവധി വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം, നാട്ടിലെത്തിയുള്ള ആക്രമണം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സഭകളുമായി വേറെ തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം ഒരു വശത്ത് കൂടെ നടത്തുന്നുണ്ട്. അത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അന്ന് പരിപാടിക്ക് ശേഷം കത്തോലിക്ക സഭ, അതായത് ഈ എന്താ പറയുക, അയ്യപ്പ സംഗമത്തിന് ശേഷം കത്തോലിക്ക സഭയുടെ പുനരൈക്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മുഖ്യമന്ത്രി മുഖം കാണിക്കുന്നു, അവർക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ചില ഓഫറുകൾ ഉണ്ടാകും, നമുക്കറിയാത്ത ചില ഓഫറുകൾ NSSനും കിട്ടിയിട്ടുണ്ടാകാം. അത് പിന്നീട് പുറത്തു വരുമല്ലോ. എന്തായാലും ഓഫറുകളുണ്ട്. ആ ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു പ്രതികരണത്തിലേക്ക് സുകുമാരൻ നായർ വന്നത്. ഒരു പക്ഷേ ഇതുവരെ ഇത്രയും വ്യക്തമായൊരു പ്രതികരണം, ഒരു അഭിമുഖം അദ്ദേഹം നൽകിയിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം നേരിട്ട് പോയില്ല എങ്കിൽ, നേരിട്ട് വേണമെങ്കിൽ പോകാമെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ ശാരീരിക അസ്വസ്ഥതയാണ്. വേറെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അല്ല, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പേഴ്സണലി തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടുണ്ട്. ശരി, എന്തായാലും പ്രതിനിധി അയക്കുന്നത് തന്നെ ഒരു സൂചനയാണ്. ആ നിലയ്ക്ക് ആ പിന്തുണ പുറത്തു പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പുറത്താകട്ടെ പ്രതിപക്ഷം കാലാകാലങ്ങളിൽ ഈ സമുദായ നേതാക്കളുമായിട്ടൊക്കെ കൃത്യമായി ബന്ധം വെക്കുകയും കൃത്യമായ ഇടവേളകളിൽ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാനൊരു നേതാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ അധികം ബീഹാറിലാണ്. അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. ഇവിടെ ആകെയുള്ള രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇതിപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള NSSന്റെ നിലപാടാണ് എന്നുള്ളതാണ്. അപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. കോൺഗ്രസ് നേതാക്കൾ പോയി കാണുകയൊക്കെ ചെയ്യും. പക്ഷേ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ആ സർക്കാർ നൽകിയ ഉറപ്പിലാണ് ഇപ്പോൾ NSS പ്രതീക്ഷ വെക്കുന്നത്. ആ ഉറപ്പ് നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന അഭിമുഖങ്ങളിൽ പറയുന്നതിനപ്പുറമുള്ള ഉറപ്പുകൾ ഉണ്ടാകാം. ആ ഉറപ്പ് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തരത്തിൽ നേരത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ കൃത്യമായി നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വോട്ട് മാനേജ്മെൻറ്റോ എന്താണ് അതിന് പറയുക, ഏത് തരത്തിലും പറയാം, അത് നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് അതിപ്പോൾ ചെയ്യാൻ നേതാക്കളില്ല. പരസ്പരം കുതികാൽ വെട്ടുന്ന രൂപത്തിലേക്ക്, അതായത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ പോലും അതിലൊരു അന്തസ്സുള്ള നിലപാടെടുക്കാൻ VD സതീശൻ എന്ന നേതാവ് ഒറ്റയ്ക്കായി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇന്നിപ്പോൾ പാലക്കാട്ടേക്ക് 38 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചെന്ന് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അത്
മറ്റേ നേതാവിനെ ഒന്ന് വെട്ടാനുള്ള ഒരു ആയുധമാക്കാമോ എന്ന ചിന്തയാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് അടുത്ത ഭരണത്തിലേക്ക് വരിക എന്നുള്ളതല്ല ഏറ്റവും പ്രാഥമികമായി നോക്കേണ്ട വിഷയം, അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേതാക്കൾ പല രൂപത്തിൽ പ്രതികരിക്കുന്നു. ഈ തരത്തിൽ സമുദായങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ രൂപത്തിൽ ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള സമയത്ത് അത് കൃത്യമായി ചെയ്തു വന്നിരുന്നതാണ്. അങ്ങനെയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അത് വോട്ടാകുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. NSS ജനറൽ സെക്രട്ടറി നേരത്തെ 2021 അത് പറഞ്ഞ പോലെ 2021 തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം നടത്തിയ പ്രവചനം എന്നുള്ളത് ഇടതുപക്ഷം തോറ്റുപോകുമെന്നുള്ളതാണ്. അതാണ് അയ്യപ്പോ കോപമുണ്ടാകും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം കുറേ കാലം അദ്ദേഹത്തെ പുറത്തേക്കേ കാണുന്നില്ലായിരുന്നു, പ്രതികരണങ്ങളേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇത് നോക്കൂ, 2-3 മാസം, എത്ര 3-4 ഒരുപക്ഷെ 5 മാസത്തിനപ്പുറമായിട്ടില്ല. ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാമോ പാടില്ലേ എന്നൊരു ചർച്ച നടത്തിയിരുന്നല്ലോ. അത് ശിവഗിരിയിൽ നിന്നാണ് അങ്ങനെ ആ പ്രതികരണം ആദ്യം വന്നത്. പുരോഗമനപരമായ പ്രതികരണം. ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ, മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് എന്ന് NSS ജനറൽ സെക്രട്ടറി എത്തിയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ഇടവേളയിൽ വന്നിരിക്കുന്ന ഐക്യപ്പെടലാണെന്ന് മനസ്സിലാക്കണം. ഈ ചെറിയ ഇടവേളയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ 10ാം വർഷം നടത്തിയിരിക്കുന്ന നടപടികളാണ്. ആ നടപടികളിൽ ഇവരൊക്കെ തൃപ്തരാണ് എന്നുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറിയും ഒരുപോലെ ആ വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വേറെയും സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പുറത്ത് സദസ്സിലെ കസേര എണ്ണുമ്പോൾ വേദിയിൽ സമ്പുഷ്ടമാക്കിയ ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് CPM അതിൽ വിജയിച്ചിരിക്കുന്നത്. അത് വോട്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ 2021 വോട്ടായിട്ടില്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് വോട്ടാകുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സമുദായ നേതാക്കൾ പറയുന്നതിനെ അനുസരിക്കുന്നതാണോ സമുദായത്തിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ പറയുന്ന പത്തനംതിട്ടയിൽ, ഈ പറയുന്ന തെക്കോട്ട് തിരുവിതാംകൂറിൽ ഒരു പക്ഷേ NSS ജനറൽ സെക്രട്ടറി പറയുന്നതിന് അപ്പുറമില്ല എന്ന രൂപത്തിൽ ഒരു പക്ഷേ വോട്ടർമാർ നിന്നേക്കാം, സമുദായങ്ങളിൽ നിന്നേക്കാം. പക്ഷേ വടക്കോട്ടേക്കൊന്നും അത്രയും അങ്ങനെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ രൂപത്തിലല്ല. ഇനി നോക്കൂ, ഇത് ഇവിടെ നടക്കുന്നു. ഇനി മലബാറിൽ എന്താണ് നടത്താൻ പോകുന്നത്? അവിടെ പലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും വേണ്ട ചേരുവകൾ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ആ ചേരുവകൾ എത്രത്തോളം ഫലവത്താകും, ജനം അതിനപ്പുറം ഭരണം എങ്ങനെയെന്ന വിലയിരുത്തലിൽ നടത്തുക. അങ്ങനെ ഒരു ഭരണമുണ്ടോ? ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ 1033 കോടിയുടെ പ്രഖ്യാപനം. അത് ജനുവരിയിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ജനുവരിയിൽ ക്യാബിനറ്റിൽ ആ തീരുമാനമെടുക്കുമ്പോൾ അതിന് മുമ്പ്, അതായത് ഇതിപ്പോൾ 10ാമത്തെ വർഷമാണെന്ന് ആലോചിക്കണം. 2016 മുതൽ നാളിതുവരെ എത്ര കോടി ചെലവാക്കി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ സഭ കൂടിയ സമയത്ത് 17-ാം തീയതി BN വാസവൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനത്തിനായി 2016 മുതൽ നാളിതുവരെ 275.2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ചെലവാക്കിയതാകട്ടെ 83 കോടി രൂപയാണ്. അതായത് ഈ 10 വർഷത്തിലാകെ 83 കോടി രൂപയോ ബജറ്റിൽ വെച്ചിട്ട് ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഈ 1033 കോടിയുടെ പ്രഖ്യാപനം ഈ ജനുവരിയിൽ നടത്തുകയും അത് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 1033 കോടിയുടെ പ്രഖ്യാപനം വരുന്നു, അതാ വികസനം വരുന്നു എന്ന മട്ടിലല്ല ഈ സമുദായാംഗങ്ങളൊന്നും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കേസുകൾ, അതായത് ഈ നാമജപ ഘോഷയാത്രയിലെ കേസുകൾ അത് പിൻവലിക്കുക, അതൊരു വശത്ത് നടക്കുന്നു. ഇനി അപ്പുറത്ത് സുപ്രീം കോടതിയിലുള്ള സത്യവാങ്മൂലം, അത് പിൻവലിക്കുമോ, അതിൽ മറ്റൊരു നിലപാടെടുക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അതല്ല NSSന് പ്രത്യേകമായി മറ്റെന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? അതെന്തായാലും അറിയാം, അത് വോട്ടാകുമോ എന്നും അറിയാം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ NSSനെ വിമർശിക്കാനും വയ്യ, BJPക്കും അതെ. BJPക്ക് ബദൽ സംഗമം അവിടെ നടത്തിയിട്ട് എന്താണ് പറ്റിയത്? അവിടെ ഒരു തീവ്ര കാഷായധാരി അവിടെ വന്നിട്ട് തീവ്ര പ്രസംഗം, ബാബർ സമയത്ത് തന്നെ മോശമായി പറയുന്നു, തീവ്ര മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുന്നു. അത് തിരിച്ചടിയാകുന്നു. അതിനെ NSSും വിമർശിക്കുന്നു. NSSന്റെ പ്രതിനിധിയെ അങ്ങോട്ട് അയച്ചതുമില്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസിനായാലും അപ്പുറത്ത് ബദൽ സംഗമത്തിലൂടെ വോട്ട് നേടാമെന്ന് പ്രതീക്ഷിച്ച BJPക്കായാലും തിരിച്ചടിയാണ്. BJP സമയത്ത് പന്തളത്ത് തദ്ദേശ അവിടെ മുനിസിപ്പാലിറ്റി അവരാണ് ഭരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതും തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവരുടെ ബദൽ സംഗമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിപൂർവ്വം ഇക്കാര്യത്തിൽ ഭരണപക്ഷം അല്പം മുന്നോട്ട് തന്നെ പോയിരിക്കുന്നു. Meet the editors.